ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? കുറച്ച് ദിവസങ്ങളായിട്ട് നിരവധി സുഹൃത്തുക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്സ് എടുക്കണമെന്ന്. അത് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സ് എടുക്കാൻ പറ്റിയ ഒരാളെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത്. അത് നമ്മളെ മിഥുൻ സാറാണ്. മിഥുൻ സാർ, നമസ്കാരം. താങ്ക് യു സർ. സാർ, നമുക്ക് ഈ സെഷൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് കുറെ ദിവസങ്ങളായി ചോദിച്ചിട്ടുണ്ട് ഇതിന് പറ്റിയ ഒരാളെ കൊണ്ടുവന്നിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതിന് പറ്റിയ ഒരാളെ കിട്ടിയിട്ട് വേണം ഇത് ചെയ്യണം എന്ന്. നമ്മൾക്ക് ഒരു ടോപ്പിക് വെറുതെ പറയുന്നല്ല, അതുമായി ശരിക്കും ആധികാരികമായ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു അധ്യാപകൻ വരുമ്പോഴാണ് അതിന്റെ ഏറ്റവും നന്നാകുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ ശരിക്കും നമുക്ക് UN മുമ്പേ പറയേണ്ടി വരും അല്ലെ? UN മുമ്പ് UN നമുക്കൊരു മുൻഗാമി സംഘടനയാണുള്ളത്. ലീഗ് ഓഫ് നേഷൻ എന്നറിയപ്പെടുന്ന ഒരു മുൻഗാമി സംഘടന. നമുക്ക് ലീഗ് ഓഫ് നേഷന്റെ കുറച്ച് ഡ്രോബാക്സുകളും കാര്യങ്ങളും കൊണ്ടാണ് നമുക്ക് ഈ ഒരു UN എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കാൻ കാരണമായത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു തുടക്കം എന്ന നിലയിൽ ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് അവിടുത്തെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം, ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പരിചയപ്പെട്ടതിന് ശേഷം UN സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് മുമ്പോട്ട്. അപ്പൊ ശരിക്കും നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ആ പോയിന്റ് മുതൽ ശരിക്കും പ്രധാന പോയിന്റുകൾ നമ്മൾ ടച്ച് ചെയ്ത് പറയേണ്ടി വരും എക്സാമിലേക്ക്. അങ്ങനെയാണ്, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണ് സാറിന്റെ. അപ്പോൾ നമുക്ക് യുഎന്നിന്റെ മുൻഗാമി സംഘടന എന്നറിയപ്പെടുന്നത് ലീഗ് ഓഫ് നേഷൻ, സർവ്വരാജ്യസഖ്യം എന്നറിയപ്പെടുന്ന നമ്മുടെ സംഘടന. അപ്പൊ ലോകത്തിന് മുമ്പിൽ ഈ ഒരു സർവ്വരാജ്യസഖ്യം നമുക്ക് ഉണ്ടാക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങള് രണ്ട് ചേരിയിൽ നിന്നിട്ട് ചെയ്ത ആദ്യത്തെ ഒരു യുദ്ധം ഉണ്ടായിരുന്നു, നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ. നമ്മുടെ PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഒരു കാലഘട്ടം. അത് 1914 മുതൽ 1918 വരെയാണ്, 1914 മുതൽ 18 വരെ. വളരെ ശ്രദ്ധിച്ചോളൂ, ആ ഒരു കാലഘട്ടം ശ്രദ്ധിക്കുക. മത്സര പരീക്ഷയിൽ ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് 1914 to 1918. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. ഓക്കേ, കണ്ടിന്യൂ. 1914 നമുക്ക് ഓസ്ട്രിയയുടെ ഒരു കിരീടാവകാശിയായിരുന്ന ഒരു രാജാവിനെ വധിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് എന്ന് പറയുന്ന അവരുടെ കിരീടാവകാശി. നെയിം ഒന്നുകൂടെ പറഞ്ഞേക്കാം, ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പോയിന്റ് ആണ്, എങ്കിലും മറക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് എടുത്തു പറഞ്ഞു. ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിനെ നമ്മുടെ ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കിരീടാവകാശിയായിരുന്നു അദ്ദേഹത്തെ. അത് അവരുടെ തൊട്ടയൽ രാജ്യമായിരുന്ന ഒരു സെർബിയയുടെ ഒരു ചാരസംഘടനയുടെ ഒരു പ്രശ്നങ്ങൾ കാരണം അത് വധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ പേരിലാണ് ഓസ്ട്രിയ പെട്ടെന്ന് സെർബിയക്കെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയും ലോകത്ത് ഉണ്ടായിരുന്ന ലോകരാജ്യങ്ങൾ മുഴുവൻ ഈ സെർബിയയ്ക്കും ഓസ്ട്രിയയ്ക്കും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതായത് നമ്മുടെ യുദ്ധം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു കാരണമായിട്ട് ഇതാണ് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അത് മെയിൻ റീസൺ എന്ന് പറയുമെങ്കിലും ലോകരാജ്യങ്ങൾക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന കുറെ പ്രശ്നങ്ങൾ അവരൊരു കാരണമായിട്ട് എടുക്കുകയാണ് ഉണ്ടായത്. അതായത് കോളനിവൽക്കരണം പോലെയുള്ള പ്രശ്നങ്ങളായിരുന്നു. അവർക്കൊരു റീസണിന് വേണ്ടി കാത്തിരുന്നു. ജർമ്മനിയെ പോലുള്ള രാജ്യങ്ങൾ അത് ഏറ്റുപിടിക്കുകയും അത് ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ച് അത്ര ഡീപ്പായിട്ടൊന്നും നമുക്ക് ആവശ്യമില്ല. അതിനുള്ളിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന്, നമ്മുടെ ഈ കഴിഞ്ഞ LDക്കും മറ്റും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആ പാലക്കാട്, പത്തനംതിട്ട ജില്ലയ്ക്കൊക്കെ ഒന്ന് രണ്ട് നല്ല ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അത് ചോദിച്ച നല്ലൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ആ ഫസ്റ്റ് വേൾഡ് വാർ സമയത്തൊക്കെ നമ്മുടെ അമേരിക്കയ്ക്ക് നല്ലൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം അവതരിപ്പിച്ച ഒരു പ്ലാന്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ആ ഫസ്റ്റ് വേൾഡ് വാർ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു, അതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ. ആ ഫസ്റ്റ് വേൾഡ് വാർ സമയത്ത് അതിനെ ചുറ്റിപ്പറ്റി നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യക്ക് ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രം നമുക്കൊന്ന് പരിചയപ്പെട്ടാൽ തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അതിൽ ഏറ്റവും ആദ്യം അറിയേണ്ടത് ഫസ്റ്റ് വേൾഡ് വാർ സമയമാകുമ്പോൾ നമുക്ക് ഇന്ത്യക്കാർ അതിനുള്ളിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ആദ്യത്തെ ചോദ്യം. ഇന്ത്യ ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതിന് ഏറ്റവും നല്ലൊരു ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാവുന്നത് നമ്മുടെ ഇന്ത്യ ഗേറ്റ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, രണ്ട് സംഭവങ്ങൾ. ഇന്ത്യ ഗേറ്റും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രണ്ടാണ്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിച്ച കാര്യമാണ്. അപ്പൊ സാർ അതിനെ പറ്റി പറയും. അതില് നമുക്ക് ഇത് പരിചയപ്പെടേണ്ടത് ഇന്ത്യ ഗേറ്റ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇതിൽ ആദ്യത്തെ ഇന്ത്യ ഗേറ്റ്, നമുക്ക് ഇന്ത്യ ഗേറ്റ് എന്തിനു വേണ്ടിയാ ഉണ്ടാക്കിയിരിക്കുന്ന ഉത്തരത്തിൽ തന്നെ നമുക്ക് ഇന്ത്യ ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് കിട്ടും. അതിന് ഇന്ത്യ ഗേറ്റിന്റെ ഉദ്ദേശം ഇതായിരുന്നു, നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറിൽ മരിച്ച ഇന്ത്യയുടെ ജവാന്മാർക്ക് വേണ്ടിയിട്ടാണ് 1920 പണി കഴിപ്പിച്ചതാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ എന്റെ ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയാണ് കേട്ടോ. 1920 അത് പണി കഴിപ്പിച്ചത് ഇന്ത്യ ഗേറ്റ്. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ മരണമടഞ്ഞ ധീര ജവാന്മാർക്ക് വേണ്ടി, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പണി കഴിപ്പിച്ചത്. അത്
ന്യൂഡൽഹിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മറക്കരുത് ആ പോയിന്റും. ന്യൂഡൽഹിയിലാണ് ഇന്ത്യ ഗേറ്റ് ഉള്ളത്. അതുപോലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയിലാണ് ഉള്ളത്. ഓർത്ത് വെക്കുക, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ പർപ്പസ് നമ്മുടെ ജോർജ് അഞ്ചാമൻ രാജാവ് 1911 ഇന്ത്യ സന്ദർശിച്ചതിന്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയിൽ പണി കഴിപ്പിച്ചത്. മാറിപ്പോകരുത്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയിലും അതുപോലെ ഇന്ത്യ ഗേറ്റ് ഡൽഹിയിലുമാണ്. പലർക്കും ഇത് തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. അതുപോലെ ജോർജ് അഞ്ചാമൻ പണി കഴിപ്പിച്ചതാണ് എന്നുകൂടി ഇന്ത്യ സന്ദർശന കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ നമ്മുടെ കൊറോണേഷൻ ദർബാർ ആ ഒരു കിരീടധാരണ ചടങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ ഈ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണി കഴിപ്പിക്കാൻ കാരണം. അപ്പോൾ ഓർത്ത് വെക്കുക, നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ സമയത്ത് ഇന്ത്യൻ വൈസ്രേയി നമുക്ക് ഹഡിഞ്ച് സെക്കൻഡ് ആയിരുന്നു ആ സമയത്ത് ഇന്ത്യൻ വൈസ്രേ. അതുമായി ചുറ്റിപ്പറ്റി നമുക്ക് നല്ലൊരു കഥ കൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ആനി ബസന്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഹഡിഞ്ച് രണ്ടാമൻ നമ്മുടെ ഇന്ത്യക്കാരോട്, ഇന്ത്യയിലെ INCയുടെ നേതാക്കളോട് നമ്മുടെ കൂടി സപ്പോർട്ട് ബ്രിട്ടന് ആ യുദ്ധത്തിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ആനി ബസന്റ് പറഞ്ഞൊരു ഡയലോഗ് ഭയങ്കര പ്രശസ്തമാണ്. ബ്രിട്ടന്റെ ഇപ്പോഴത്തെ ആവശ്യം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസരമായിട്ട് കാണുക. ആനി ബസന്റ് ഉദ്ദേശിച്ചത് ബ്രിട്ടൻ എന്തായാലും നിങ്ങളെടുത്ത് ആ യുദ്ധത്തിൽ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കും, അപ്പോൾ ഇത് സ്വാതന്ത്ര്യത്തിനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ PSC ഇടയ്ക്ക് ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്. അപ്പൊ ശ്രദ്ധിക്കാൻ നിങ്ങൾ ആനി ബസന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആനി ബസന്റിനെ പറ്റി പറയുന്ന സമയത്ത് ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ആനി ബസന്റ്. തിയോസഫിക്കൽ സൊസൈറ്റിയെ പറ്റി ഞാൻ റിഫോംസ് എന്നുള്ള പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട് അതേപറ്റി. അപ്പൊ അതിലേക്ക് പോകുന്നില്ല, കണ്ടിന്യൂ ചെയ്യാം സാർ. ആനി ബസന്റിന്റെ രാജ്യം കൂടി ചോദിച്ചു. അയർലൻഡ് ആണ് ആനി ബസന്റിന്റെ സ്വന്തം രാജ്യം. അതും കൂടി ഒന്ന് എക്സാം ഓറിയന്റഡ് ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഇനി നമുക്കറിയേണ്ടത് ആ ഫസ്റ്റ് വേൾഡ് വാർ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. 1916 അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് നമുക്ക് വന്നത് വിൻസ്റ്റൺ ചർച്ചിൽ അല്ല, വുഡ്രോ വിൽസൺ ആയിരുന്നു ആ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട്. 1960 അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് അവിടെ സ്ഥാനം ഏറ്റെടുക്കുന്നത്. 1916 അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം വരികയും 1917 അവരുടെ സഖ്യകക്ഷിയായിരുന്ന USSR ഒന്നാം ലോകവാറിൽ നിന്ന് ലീവ് ചെയ്യുകയും ചെയ്തു. പഴയ സോവിയറ്റ് യൂണിയൻ. അതിനൊരു റീസൺ ഉണ്ട്, അത് നമുക്ക് എക്സാമിന് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അവിടെ നമുക്കറിയാം 1917 നടന്ന റഷ്യൻ വിപ്ലവമായിരുന്നു അവര് ആ യുദ്ധത്തിൽ നിന്നും മാറുവാനുണ്ടായ കാരണം. അതൊക്കെ നമുക്ക് ഈ ചരിത്രവുമായി ബന്ധപ്പെടുത്തി കണക്ട് ചെയ്ത് പഠിക്കാവുന്ന കുറച്ച് പോയിന്റുകളാണ്. അപ്പോൾ അതിനുശേഷം റഷ്യയിലെ ലെനിൻ എന്ന് പറയുന്ന അവരുടെ മഹാനായ നേതാവ് വരികയും ഒക്കെ ചെയ്തായിരുന്നു ആ റഷ്യൻ വിപ്ലവം. 2 മാസങ്ങളുടെ പേരിലായിരുന്നു അറിയപ്പെട്ടത്. ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം. ശരിക്കും നടന്നത് മാർച്ച് മാസവും നവംബർ മാസവും. റഷ്യൻ കലണ്ടറിന്റെ ഒരു പ്രത്യേകത പ്രകാരമാണ് അങ്ങനെ വന്നത്. അങ്ങനെ ഈ നമ്മുടെ വുഡ്രോ വിൽസൺ കൊണ്ടുവരുന്ന ഈ അമേരിക്കൻ കൂടി ആ യുദ്ധത്തിൽ പങ്കെടുത്തോടുകൂടിയാണ് ആ ഒന്നാം ലോക മഹായുദ്ധം ധാരാളം ആൾക്കാർ മരിച്ചു വീണ ഒരു യുദ്ധമായിരുന്നു. ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ആകാശ യുദ്ധവും ആദ്യമായിട്ട് ഭൂമിയിൽ വിഷവാതകം പ്രയോഗിച്ചതും ഒക്കെ നടന്നതോടുകൂടി ലോകത്ത് ഭയങ്കരമായിട്ട് നാശനഷ്ടം വന്ന ആദ്യത്തെ ഒരു യുദ്ധമായിട്ട് മാറുകയും ചെയ്തു. അതിനുശേഷം 1919-20 കാലഘട്ടത്തിൽ ഇതേ വുഡ്രോ വിൽസൺ തന്നെയാണ് യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഒരു 14 നിർദ്ദേശങ്ങൾ 14 പോയിന്റ്സ് നമ്മുടെ എക്സാമിന് ചോദിച്ച പോയിന്റ് ആയിരുന്നു. 14 പോയിന്റ്സ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. 14 പരിപാടിയുടെ ഉപജ്ഞാതാവ് കൂടിയാണ് ഇദ്ദേഹം. നിങ്ങൾ ശ്രദ്ധിക്കുക, വുഡ്രോ വിൽസൺ. ആ ഒരു 14 നിർദ്ദേശത്തിലെ ഏറ്റവും നല്ലൊരു നിർദ്ദേശമായിരുന്നു ഇത്. ലോക സമാധാനത്തിനായിട്ട് നമുക്കൊരു സംഘടന വേണം. അതാണ് ശരിക്കും ലീഗ് ഓഫ് നേഷന്റെ രൂപീകരണത്തിലേക്ക് കാരണമായത്. ഇനി ഇതുമായി ബന്ധപ്പെടുത്തി ഞാൻ ആ ഫസ്റ്റ് വേൾഡ് വാർ ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇന്ത്യയിലുണ്ടായ ഒരു ചെറിയ പ്രശ്നം കൂടി പറയാം. ഫസ്റ്റ് വേൾഡ് വാർ ആ സമയത്ത് നമ്മൾ ജർമ്മനിക്ക് സപ്പോർട്ട് ചെയ്തിരുന്നത് തുർക്കിയിലെ ഖലീഫമാർ എന്ന് പറയുന്ന രാജാക്കന്മാര്. അവരത് സപ്പോർട്ട് ചെയ്തു. ഫസ്റ്റ് വേൾഡ് വാർ സമയത്ത് ജർമ്മനിയും സഖ്യകക്ഷികളും പരാജയപ്പെടുകയും ബ്രിട്ടൻ തുർക്കിയിലെ ഖലീഫമാരെ ഭരണത്തിൽ നിന്ന് ഇറക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അതേസമയം നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിം മെജോറിറ്റിക്ക് ദൈവതുല്യനായ ആളായിരുന്നു ഈ ഖലീഫ. അവരവരുടെ ദൈവതുല്യനായിട്ട് സ്നേഹിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ബ്രിട്ടൻ അദ്ദേഹത്തെ ഭരണത്തിൽ നിന്ന് ഇറക്കിയത് ഇന്ത്യയിലെ മുസ്ലിം മെജോറിറ്റിക്ക് ഭയങ്കരമായിട്ടുള്ള അവരതിനെ പ്രതികരിക്കാനും തീരുമാനിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടൻ ആയിരുന്ന കാരണം അവരുടെ ആ ഒരു റിയാക്ഷൻ ബ്രിട്ടന് എതിരായി മാറി. അത് നമ്മുടെ ഇന്ത്യയിൽ 1920 ഉണ്ടായ ഒരു പ്രസ്ഥാനത്തിലേക്കാണ് നയിച്ചത്. ഖിലാഫത്ത് പ്രസ്ഥാനം അങ്ങനെയാണ് രൂപീകരിച്ചത്. അലി സഹോദരന്മാര് നമ്മുടെ ഗാന്ധിജിയുടെ സപ്പോർട്ടോടുകൂടി അദ്ദേഹം അത് മുൻപോട്ട് കൊണ്ടുപോവുകയും നമുക്കറിയാം നമ്മുടെ ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലേക്ക് വന്നത് 1920 അത് വന്നത് തന്നെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഒരു ഫണ്ട് റൈസിംഗ് ആയിരുന്നു. അദ്ദേഹം വന്നിറങ്ങിയ സ്ഥലവും വർഷവും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. 1920 ഗാന്ധിജി വരികയാണ്, കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ സഹായിക്കാൻ അതിന്റെ ഒരു ഫണ്ട് റൈസിംഗിന് വേണ്ടി കൂടിയാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയത്. ഇതിന്റെ പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ അതിന്റെ കൂടെ വന്നായിരുന്നു അദ്ദേഹം കേരളത്തിൽ വന്നിറങ്ങിയത് നമ്മുടെ കോഴിക്കോടാണ് വന്നിറങ്ങിയത്. അത് ചോദിച്ചിട്ടുണ്ട്, കോഴിക്കോട് വന്നിറങ്ങിയ ആ ഒരു പോയിന്റ്. അപ്പൊ അതൊക്കെ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയില്
കണക്ട് ചെയ്ത് വരാവുന്നതാണ്. പിന്നെ അതിന്റെ കൂടെ ഒരു കോൺട്രഡിക്ഷൻ ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റും കൂടിയുണ്ട്. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആദരിക്കപ്പെടാണ്ട് പോയ ഒരു വ്യക്തിയുണ്ട്. സാർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചെമ്പകരാമൻ പിള്ള. നമ്മുടെ ഒരു തിരുവിതാംകൂറിൽ ജനിച്ച ഒരു തമിഴ് ആളായിരുന്നു അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു പല നോവലുകളും ചരിത്ര നോവലിന് വരെ കഥാപാത്രമായിട്ടുള്ള വ്യക്തിയാണ് കൂടിയാണ് ചെമ്പകരാമൻ പിള്ള. അദ്ദേഹം തിരുവിതാംകൂറിൽ ജനിക്കുകയും ജർമ്മനിയുടെ നാവിക സേനയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്തു. അദ്ദേഹം നമ്മുടെ ഇന്ത്യക്കാരെയും കൂടി യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചതിന് ഒരു പ്രതികാര നടപടി എന്ന രീതിയിൽ അദ്ദേഹം ലീഡ് ചെയ്തിരുന്ന ഒരു കപ്പലുണ്ടായിരുന്നു, എംടൺ ചെമ്പകരാമൻ പിള്ള എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. ഒരു മുങ്ങിക്കപ്പലായിരുന്നു ജർമ്മനിയുടെ ഫേമസ് ആയിരുന്നത്. അദ്ദേഹം നമ്മുടെ ചെന്നൈ തുറമുഖം ആക്രമിക്കുകയുണ്ടായി. ഫസ്റ്റ് വേൾഡ് വാർ സമയത്ത് ആക്രമിക്കപ്പെട്ട ഇന്ത്യൻ നഗരമായിരുന്നു ചെന്നൈ തുറമുഖം. സെക്കൻഡ് വേൾഡ് വാറിലും സുഭാഷ് ചന്ദ്രബോസിന്റെ ആവശ്യപ്രകാരവും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതും ഈ എംടൺ ചെമ്പകരാമൻ പിള്ളയാണ് അതിനെ ലീഡ് ചെയ്തിരുന്നത്. അതോടുകൂടിയാണ് അദ്ദേഹത്തിന് എംടൺ എന്ന് പറയുന്ന ഒരു പേര് തന്നെ വരാനുള്ളത്. പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ അദ്ദേഹം ഒരു അൺസങ് ഹീറോ ആയിട്ടാണ് അറിയപ്പെട്ടങ്ങ് പോയത്. വേണ്ടത്ര ചരിത്രകാരന്മാർ അദ്ദേഹത്തെ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുവന്നില്ല. അതുകൊണ്ടാണ് ചെമ്പകരാമൻ പിള്ള എന്ന് പറയുന്ന രീതിയിൽ ഒരു നാടകം പോലും ഉണ്ട്. അത് ചരിത്ര നാടകമാണത്. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് എവിടെയെങ്കിലും കാണാൻ പറ്റുകയാണെങ്കിൽ കാണണം. എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെ അതിൽ ലഭ്യമാണ്, കുറെ കാര്യങ്ങൾ. ഓക്കെ, ഇനി കണ്ടിന്യൂ. അതിനുശേഷം 1918 ജർമ്മനിക്ക് ഭയങ്കരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ജർമ്മനി യുദ്ധത്തിൽ തോൽവി സമ്മതിക്കുകയും ചെയ്തു. തോൽവി സംഭവിച്ചതിന് ബദലായിട്ട് നമ്മുടെ ജയിച്ച ഈ ടീം, അമേരിക്ക അടക്കമുള്ള ബ്രിട്ടൻ അടക്കമുള്ള ടീം ജർമ്മനിയെ കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും നീചമായ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. സാറിന് പരിചയം ഉണ്ടാവും ചിലപ്പം. ഒന്നാം വേൾഡ് വാർ അവസാനിക്കാൻ കാരണമായ ആ ഉടമ്പടി 1919 വേഴ്സാ പാക്ട് ആയിരുന്നു. അത് 1919 വേഴ്സാ പാക്ടിലാണ് ജർമ്മനി ആ യുദ്ധവിരാമ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നത്. അതോടുകൂടി ജർമ്മനിക്ക് കർശനമായ കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. ജർമ്മനിയുടെ കയ്യിൽ സ്വന്തമായിട്ടുണ്ടായിരുന്ന കുറെ ദ്വീപുകൾ ജയിച്ചവർക്ക് വേണ്ടി വിഭജിച്ചു കൊടുക്കേണ്ടി വന്നു. ആ ഒന്നാം ലോകമായതിലുണ്ടായ നാശനഷ്ടങ്ങൾ മുഴുവൻ ജർമ്മനി ജയിച്ചവർക്ക് വേണ്ടിയിട്ട് ഫൈനായിട്ട് കൊടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ജർമ്മനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന നാവികസേന ഡിസോൾവ് പിരിച്ചുവിടപ്പെട്ടു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നിങ്ങൾ വാട്സ്ആപ്പ് പാക്ടിന്റെ ഇയർ മറക്കരുത്, 1919. അതിനുശേഷം 1919 പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ഒരു പോയിന്റ് കൂടി ഇവിടെ ഓർത്തിരിക്കട്ടെ, ജാലിയൻ വാലാബാഗ്. അത് കണക്ട് ചെയ്ത് വെച്ചു. ജാലിയൻ വാലാബാഗ് മാസ്കറും ഓർത്ത് വെക്കുക, നമ്മുടെ ഇന്ത്യ ചരിത്രത്തിലുണ്ടായ ഒരു ഇഷ്യൂ ആയിരുന്നു. അങ്ങനെ 1920 നമ്മുടെ വുഡ്രോ വിൽസന്റെ 14 പോയിന്റ്സ് നല്ലൊരു നിർദ്ദേശമായിരുന്ന ഒരു സംഘടന, അത് അങ്ങനെയാണ് നമ്മുടെ ലീഗ് ഓഫ് നേഷൻ 1920 രൂപീകൃതം ആകുന്നത്. ആ ലീഗ് ഓഫ് നേഷൻ രൂപീകൃതമാകുമ്പോൾ 28 സ്ഥാപക രാജ്യങ്ങളായിരുന്നു അതിനുണ്ടായിരുന്നു. 28 സ്ഥാപക രാജ്യങ്ങൾ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഈ ലീഗ് ഓഫ് നാഷൻസ് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇനി പറയാനുള്ള ലീഗ് ഓഫ് നാഷൻസിനെ കുറിച്ച് അത് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞ ഒരു സെഷൻസ് അവർ പ്രധാനപ്പെട്ട പോയിന്റുകൾ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പൊ ആ പോയിന്റുകൾ നിങ്ങൾ കൃത്യമായി നോക്കണം. കാരണം ഈ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇപ്പൊ പറഞ്ഞത്. നമ്മൾ യഥാർത്ഥ പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് പറഞ്ഞത്. ഈ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുക. കാരണം ഇത് മത്സര പരീക്ഷയിൽ വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ ഇപ്പൊ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലീഗ് ഓഫ് നാഷനുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സിലേക്ക് വരുന്നത് നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിലേക്കാകാം. അതുവരേക്കും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായി പഠിച്ചുകൊണ്ടേയിരിക്കുക. ഒപ്പം ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ തൊട്ടടുത്ത ഞങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻസ് കൂടി, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മൈ എക്സാം എന്ന ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ഈ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ക്ലാസ്സുകൾ, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ആവശ്യമായ ട്രെയിനിങ് ഒക്കെ തന്നെ നമ്മൾ ഇതിലൂടെ നൽകുന്നുണ്ട്. അതുപോലെ RRB ഗ്രൂപ്പ് ഡിക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കോഴ്സിൽ ചെറിയൊരു ഫീസ് അടച്ചുകൊണ്ട് ചേരാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. ഇന്ന് തന്നെ ഈ ക്ലാസ്സിന്റെ 2ാം ഭാഗവും ഞങ്ങൾ ഇടുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കാണാൻ നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ മറ്റ് എല്ലാ ടോപ്പിക്സുകൾക്കും ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് സിസ്റ്റം ഒക്കെ നമ്മുടെ മൈ എക്സാമിൽ നമ്മൾ നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. കൂടുതൽ കാര്യങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഡോണ്ട് ബി ഫർഗെറ്റ് ദാറ്റ്. ഇന്ന് നമുക്ക് ഈ ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മിഥുൻ സാറിന് പ്രത്യേകമായി നന്ദി പറയുന്നത്. താങ്ക് യു സാർ. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നെക്സ്റ്റ് ടൈം വീണ്ടും കാണാം. ഹാവ് എ ഗ്രേറ്റ് ഡേ. സൈനിങ് ഓഫ് യുവർ ക്ലോസ് ഫ്രണ്ട് സൂര്യ ധനീഷ്. ബൈ.